ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നമ്മൾ ഒരു 3 സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്റ്റോക്കിൻ്റെ ഒരു റിവ്യൂ നമുക്കൊന്ന് നോക്കാം. അതിൽ 3 സ്റ്റോക്കും നമ്മൾ ഏത് രീതിയിലാണ് നമുക്കിനി ഈ സ്വിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്യാം, അതിൻ്റെ റേറ്റ് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തത് നമുക്കറിയാം ടാറ്റ സ്റ്റീൽ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ഒരു ക്രാഷ് സംഭവിച്ചിരുന്നു. ആ ഒരു ക്രാഷ് സംഭവിച്ചു നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്റ്റോക്കുകൾ, അപ്പം അതിൽ സെലക്ട് ചെയ്ത ഒരു 3 സ്റ്റോക്കാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇതാണ് ടാറ്റ സ്റ്റീലിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഡെയിലി ചാർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റെഡിലുള്ളത് 50 മൂവിങ് ആവറേജ് ആണ്, 50 EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് 50. അപ്പോൾ നമ്മൾ സ്വിങ്ങിന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 50 മൂവിങ് ആവറേജ് ആണ് നമ്മൾ കുറച്ചുകൂടി നമുക്ക് നല്ലത്. അപ്പോൾ ആ ഒരു മൂവിങ് ആവറേജ് നമുക്ക് ഏത് രീതിയിൽ ആക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല, ഇവിടെ ഒരുപാട് സിറ്റുവേഷൻ, ഇവിടെ നമ്മൾ ഈ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴേക്ക് ഡൗൺ സൈഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒട്ടുമിക്ക സമയങ്ങൾ ഈ മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ടും അതേപോലെ റെസിസ്റ്റൻസും ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്ക് കയറിപ്പോയി, ഇവിടെ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നു, വീണ്ടും സ്റ്റോക്ക് കയറുന്നുണ്ട്. ചിലപ്പം ഈ 50 മൂവിങ് ആവറേജിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ കുറച്ച് മുമ്പേത്തത് കാണാം. ഇവിടെ നമുക്ക് നോക്കാം. ഒട്ടുമിക്ക ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ മുന്നേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് മുന്നോട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് മുമ്പേ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് കയറുകയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ 50 മൂവിങ് ആവറേജ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കുള്ളത് നല്ലൊരു സപ്പോർട്ട് സോണിലാണ് ടാറ്റ സ്റ്റീൽ. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പ്രൈസ് 133 രൂപയാണ്. കുറച്ച് മുകളിലാണുള്ളത്. എന്നാലും നമുക്കിവിടെ ആ ഒരു സപ്പോർട്ടിങ് സോൺ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇത് നല്ലൊരു സപ്പോർട്ടിങ് സോണായിരുന്നു നമ്മുടെ സ്റ്റോക്കിൻ്റെ. അപ്പോൾ ഇവിടുന്ന് മുന്നേയും ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് നമ്മൾ സ്റ്റോക്ക് ഒരുപാട് സമയം ഇവിടുന്നൊക്കെ നമ്മൾ സ്റ്റോക്ക് ഒരുപാട് സമയം സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് സമയങ്ങളിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. അപ്പം അതേപോലെ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് ഇതിവിടെ സപ്പോർട്ട് എടുത്തു, ഇനി സ്റ്റോക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ സ്റ്റീലാണ് നമുക്ക് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരു സ്റ്റോക്ക്. അപ്പോൾ ടാറ്റ സ്റ്റീൽ നമുക്ക് സ്ക്രീനിലൊന്ന് നോക്കാം. ടാറ്റ സ്റ്റീൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,59,56. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ക്യാപ്പാണ്. അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 133 എത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കൊന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ട, ഇപ്പോൾ ഈ ഒരു ഓരോരോ വർഷവും മാർച്ച് 2023 32,300, പിന്നെ അത് മാർച്ച് 2024 കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഇനി അടുത്ത വർഷം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റാണ് 25,314. ഓക്കെ, ദെൻ 2024 മാർച്ചിൽ ചെറിയൊരു ലോസ് സംഭവിച്ചു, ഒരു നഷ്ടം സംഭവിച്ചു. അത് അവർ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട് സോണാണ് ടാറ്റ സ്റ്റീൽ. ഇപ്പം സ്വിങ് ആണ്, നമുക്ക് കുറച്ച് ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കേണ്ട ഒരു സ്റ്റോക്കാണ്. ഇതിപ്പം ഈ സ്റ്റോക്ക് ഇന്നെടുത്ത് നാളെ തന്നെ അതൊരു നിങ്ങൾക്ക് 10% അല്ലെങ്കിൽ 20% ടാർഗറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ഓക്കെ, ഇപ്പം അത് ഒരു 133 റേഞ്ചിലാണ് ടാറ്റ സ്റ്റീൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ റേറ്റ് ഒന്നിവിടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടാറ്റ സ്റ്റീൽ നമുക്കൊരു 130, അതിൻ്റെ റേഞ്ച് ഒരു 125, അതേപോലെ 130, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാറ്റ സ്റ്റീൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ, ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അപ്പം ഞാൻ ഒരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ 125-130 രൂപയിൽ നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ സപ്പോർട്ടിൽ നമുക്ക് കുറച്ചൊരു താമസം ഉണ്ടാകും, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, നല്ലൊരു പേഷ്യൻസ് വേണം, എന്നാലേ നമുക്ക് സ്റ്റോക്ക് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, then ഇനി രണ്ടാമത്തെ സ്റ്റോക്കാണ് ഓക്കെ ആസാദ് എഞ്ചിനീയറിംഗ്. ഈ ആസാദ് എഞ്ചിനീയറിംഗ് നിന്ന് നല്ലൊരു എയറോസ്പേസ് അതേപോലെ മാനുഫാക്ചറിങ് മേഖലയിലൊക്കെ ഉള്ളൊരു നല്ലൊരു കമ്പനിയാണ്, നല്ല ക്യാപ്പ്. ഓക്കെ, 8,888 കോടി. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 1,506 ഇനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്ക്, ഇതിൻ്റെ പ്രോസ് നോക്ക്. കമ്പനി ഹാസ് റെഡ്യൂസ്ഡ് ഡെപ്റ്റ്. അപ്പം ഈ ഡെപ്റ്റ് അവർ റെഡ്യൂസ് ചെയ്ത്, ഇപ്പോൾ കടങ്ങളൊക്കെ അവരെന്താണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. നല്ലൊരു കമ്പനിയുടെ ഒരു ഫീച്ചേഴ്സാണത്. കാരണം ഡെപ്റ്റ് അവരെന്താണ് റെഡ്യൂസ് ചെയ്ത് കുറച്ച് കൊണ്ടിട്ടാണ്. അതേപോലെ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് ഗുഡ് ക്വാർട്ടർ. അപ്പം ഇനി അവരും അടുത്ത ക്വാർട്ടറിൽ നല്ലൊരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ, നല്ല ഒരു ഗ്രോത്തുള്ള കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാർച്ച് 2023 8 കോടിയാണ് അതിൻ്റെ പ്രോഫിറ്റ്. പിന്നെ അത് ചെയ്തു 59 crore അല്ലേ. ഇപ്പോൾ നല്ലൊരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് കമ്പനി മാറിയിട്ടുണ്ട്. ഇപ്പം ഇനി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 70 crore അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്. ഓക്കെ, യെസ്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടു, നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ഫീൽഡിലും അതേപോലെ എയറോസ്പേസ്, ഡിഫൻസ്, എനർജി ഈ മേഖലയിലൊക്കെ അവരുടെ പ്രൊഡക്റ്റുകൾ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിയും തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,503 കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ളത് നോക്കാം. അപ്പം ഏത് പ്രൈസിൽ നമ്മൾ എടുക്കുക, നമുക്ക് റേറ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് പറയും. ഇപ്പം ഇതിൽ 1,503 കമ്പനി ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ചൊരു നമുക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. നമ്മൾ 2-3 ദിവസം മുമ്പ് അപ്പോൾ നമുക്ക് ആ ഒരു ക്രാഷ് സംഭവിച്ചല്ലോ. ആ ഒരു ക്രാഷിൽ നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷെ നമുക്കത് സ്റ്റോക്ക് കിട്ടിയില്ല. ഏതായാലും നമ്മൾ നോക്കണ്ട. അപ്പം ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇനി വീണ്ടും ഈ ഒരു സ്റ്റോക്ക് വീണ്ടും താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1,500 റേഞ്ചിലാണ്. അപ്പം ഒരു നല്ല മൂവിങ്ങുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അത് ഒരു 1,400 1,350 ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കൊണ്ട് ചെയ്യാം നമുക്ക് ഈ ഒരു കമ്പനി ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ റൈറ്റ് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ചെയ്യാണ്. 1,350 അതേപോലെ 1,400 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണിത്, ഈ ഒരു ആസാദ് എഞ്ചിനീയറിംഗ്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോണായിരുന്നു. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് വരും കമ്പനി. ഇതിപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മാർക്കറ്റ് നിന്ന് തീരുന്ന സംഭവമൊന്നുമല്ലല്ലോ, ആണോ? ഒരിക്കലല്ല. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് അതിൻ്റെ ഹിസ്റ്ററി തന്നെ പരിശോധിച്ച് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ അപ്പം ഈ കമ്പനി ഇവിടുന്ന് പലതവണ സപ്പോർട്ട് എടുത്ത് അതെന്ത് ചെയ്തു, നല്ല രീതിയിൽ കയറി 2,075 വരെ കയറി, വീണ്ടും ഇത് താഴേക്ക് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കും, ഇനി ആ സ്റ്റോക്ക് താഴേക്ക് വരില്ല എന്ന് ചിന്തിക്കും. പക്ഷേ ആ സ്റ്റോക്ക് വരും. കാരണം മാർക്കറ്റ് ഇന്നും നാളെയൊന്നും അവസാനിക്കുന്ന സാധനമില്ലല്ലോ. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാർക്കറ്റ് വന്നുകൊണ്ടേയിരിക്കും, ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, 1,300 1,400 ആ ഒരു റേഞ്ചിൽ ഈ സ്റ്റോക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 1,500 സംതിങ് ആണല്ലേ. അപ്പോൾ ചെറിയൊരു ക്രാഷ് സംഭവിച്ചാൽ നമുക്ക് ആ സ്റ്റോക്ക് നമ്മൾ ഈ പറഞ്ഞ റേറ്റിന് കിട്ടും. ഓക്കെ, അപ്പോൾ 1,350 400 റേഞ്ചിൽ നമുക്ക് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് പരിഗണിക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ആസാദ് എഞ്ചിനീയറിംഗ്. ഇനി അടുത്തത് മറ്റൊന്നാണ് നാഷണൽ ഹൃദ്രാലയ, അതായത് NH എന്ന് പറയും. സോറി ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത് ഞാനൊന്ന് വരച്ച് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഒരുപാട് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് ടൈം നമുക്ക് സ്വിങ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. കാരണം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം ഇവിടെ സപ്പോർട്ട് സോൺ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ഒരുപാട് തവണ ഇവിടെ ഈ സ്റ്റോക്ക് ഇവിടുന്ന്, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടുന്ന് ഒരുപാട് തവണ ഇത് സപ്പോർട്ട് എടുത്തത് കയറി വീണ്ടും താഴേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് വീണ്ടും താഴേക്ക്, പിന്നെ വീണ്ടും നിന്നാണ് സപ്പോർട്ട് എടുക്കുക, വീണ്ടും താഴേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കെന്താണ് ഈ ഒരു സ്റ്റോക്ക് ഒരുപാട് തവണ ഇങ്ങനെ നമുക്കെന്താണ് ഇങ്ങനെ
ഒരു സിങ്ങിന് വേണ്ടി നമുക്കൊരു 5% സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സ്റ്റോക്കാണിത്, ഈ ഒരു NH. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളിപ്പം ഇവിടുന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടിയും അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കാം പ്രൈസ് റേഞ്ച്. നമുക്കിതാ ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഈ സ്റ്റോക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തു, ഏകദേശം ഇതാ നോക്കുന്ന സമയത്ത് ഒരു 5% പ്രോഫിറ്റ് കിട്ടി. ഇതാ ഇവിടെ ഇവിടെ നിങ്ങൾ ഇത് ആ സ്റ്റോക്ക് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. അപ്പം സ്റ്റോക്ക് ഇവിടെ നിങ്ങൾ വാങ്ങിയതാ ഒരു 5% സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. 5% അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ 5% അച്ചീവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോക്ക് നമ്മൾ സെല് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് മറ്റൊരു സോണിലെത്തുന്ന സമയത്ത് ആ സ്റ്റോക്ക് വീണ്ടും നമുക്ക് വാങ്ങാം. അങ്ങനെ നമുക്ക് എന്താണ് ഒരുപാട് സമയം ഒരുപാട് ടൈം നമുക്ക് ഇങ്ങനെ സ്വിങ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് NH. ഇപ്പോൾ നിങ്ങൾ ഇനി അടുത്തത് ഇവിടെ നിങ്ങൾ വീണ്ടും ആ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5% സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് ഇവിടെ നിങ്ങൾ ഈ സ്റ്റോക്ക് വാങ്ങി കണ്ട ഒരു 5% സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, 5% അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു സ്റ്റോക്കാണിത്, കണ്ടോ 5%. അപ്പോൾ ഒരുപാട് തവണ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഒന്നുകൂടി നോക്കാം. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് വാങ്ങി, അല്ലെങ്കിൽ ഈ ഒരു സോൺ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് 5% അല്ലാതെ ഇവിടെ നമുക്ക് എന്താണ് 10% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ഡിഫറെൻറ്റ് ടൈം അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് എന്താണ് ഇതിങ്ങനെ ഒരു സൈഡ് വൈസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടുമാണ്. ഈ ഒരു സപ്പോർട്ടിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഞാൻ ഈ മാർക്ക് ചെയ്ത ഇവിടെ അടിപൊളിയായിട്ട് സപ്പോർട്ട് എടുക്കുന്ന സ്റ്റോക്കാണ് ഇത് NH. അപ്പം ഇവിടെ ഇനി വീണ്ടും നമുക്ക് എന്താണ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഇപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 1346. ആ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് വരും. ഇപ്പം ആരും ചാടി കയറി എടുക്കേണ്ട, ആ സ്റ്റോക്ക് വീണ്ടും താഴേക്ക് വരും. ഏകദേശം ഒരു 1250 റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തും. ഇപ്പം നമുക്ക് നോക്കാം. കറക്റ്റ് നമ്മൾ സപ്പോർട്ട് സോൺ ഈ സോണിലെത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് വീണ്ടും നിങ്ങൾക്ക് വാങ്ങാം. അത് ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും. നാളെ തന്നെ സ്റ്റോക്ക് തിങ്കളാഴ്ച ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഇവിടേക്ക് എത്തിക്കണമെന്നില്ല, സംഭവിക്കും. ആ സ്റ്റോക്ക് വരും. അപ്പം ഞാനൊന്ന് ഇവിടെ ആ സ്റ്റോക്കിൻ്റെ നിങ്ങൾ വാങ്ങേണ്ട പ്രൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഒരു 1250, അതേപോലെ 1260 ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ NH എന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 3 സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മൾ നല്ല രീതിയിലൊരു ക്രാഷ് സംഭവിച്ചു. അപ്പോൾ ആ ഒരു നിഫ്റ്റിയുടെ ക്രാഷിൽ നിങ്ങൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ 22,750 ആ റേഞ്ചിൽ നിഫ്റ്റി വന്നിരുന്നു അല്ലേ. അപ്പോൾ വീണ്ടും ആ നിഫ്റ്റി എന്താണ് കയറി പോകാനുള്ള സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി കയറുന്ന സമയത്ത് നമ്മളെ കൂടെ നമ്മൾ സ്റ്റോക്കും ആ സെക്ടറും ഓരോ സെക്ടറും നമ്മുടെ സ്റ്റോക്കുകളും ആ നിഫ്റ്റിയുടെ കൂടെ അങ്ങനെ കയറി പോകും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് 5%, 10% ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 സ്റ്റോക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.